ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആര് വേണമെങ്കിലും ആവാം. ഒരു വ്യക്തിയാവാം, സുഹൃത്തുക്കളാവാം. നിങ്ങളുടെ ബന്ധത്തിൽ ആരാണോ അമിത സ്വാതന്ത്ര്യം കാണിച്ച് നിങ്ങളെ വേദനിപ്പിക്കുന്നത്, അങ്ങനത്തെ ഏത് വ്യക്തിയും ആയിരിക്കാം ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് 10 ഓഫ് കപ്സ് ആണ്. 5 of swords, 9 of pentacles, 8 of cups, the empress, the hierophant. അപ്പോൾ ഇത്രയുമാണ് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. ഇവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളോട് വളരെയധികം അസൂയ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ നിങ്ങളോട് അവർക്കൊരു അസൂയ ഉള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കയറി ഇവർ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ആ വ്യക്തി വന്ന് വളരെ പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് അവർ മാറ്റാൻ ശ്രമിച്ചു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് വിഷമിച്ച ഒരവസ്ഥയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി എന്തൊക്കെയോ ചതിയൊക്കെ കാണിച്ച് നിങ്ങളോട് എന്തൊക്കെയോ കാണിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ദുഃഖിച്ചു പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയെക്കാളും നല്ല ജോലിയോ കുറച്ചുകൂടി സമൂഹത്തിൽ കുറച്ച് ഉയർന്ന പദവിയിലിരിക്കുന്നവരോ ഒക്കെ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. എന്തുകൊണ്ടും ഈ തേർഡ് പാർട്ടിയേക്കാൾ ഒരുപക്ഷെ സൗന്ദര്യമോ എന്ത് തന്നെ ആയാലും കുറച്ച് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഈ തേർഡ് പാർട്ടിക്ക് വളരെയധികം നിങ്ങളോട് അസൂയയും അതുപോലെ തന്നെ അസ്വസ്ഥതയുമൊക്കെ അവർക്ക് ഉണ്ടാക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്ന മറ്റൊരു കാര്യമാണ്, അവർ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ വിചാരിക്കുന്ന രീതിയിൽ വർക്കാവില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായി ഒരു സംഘർഷം സൃഷ്ടിക്കുക എന്നൊക്കെയാണ്. അതായത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് സൃഷ്ടിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ രണ്ടുപേരെ രണ്ടാക്കുക എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ അതൊന്നും അവർ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടാത്തത് കൊണ്ട് അവർ നിരാശയിലാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മുൻപത്തേക്കാൾ ധൈര്യവും പക്വതയും ഒക്കെ വന്നതായിട്ട് അവർ കാണുന്നുണ്ട്. കാരണം അവർ മുൻപ് കണ്ടിരുന്ന വ്യക്തിയായിരിക്കില്ല ഇപ്പോൾ കാണുന്നത്. കാരണം നിങ്ങൾ കുറച്ചുകൂടി പക്വതയും ധൈര്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടും കാര്യങ്ങളെ കുറച്ചുകൂടി നല്ല രീതിയിൽ വീക്ഷണത്തോടു കൂടി കാണാനൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടൊത്ത് ദൈവിക ശക്തി ഉണ്ടെന്നും അവർ ഭയപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളോട് ചെയ്തിട്ട് ഒന്നും വർക്കാവാത്തത് കൊണ്ട് മാത്രമല്ല, അവർക്ക് പലതരത്തിലുള്ള തിരിച്ചടികൾ കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം അവർ നിങ്ങളോട് ചെയ്യുമ്പോൾ അവർക്ക് മറ്റൊരു രീതിയിൽ എവിടെ നിന്നൊക്കെയോ പണി കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ ഭയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അദൃശ്യ ശക്തികളുടെ സംരക്ഷണമുണ്ടോ, അതാണോ ഇങ്ങനെയൊക്കെ അവർക്ക് സംഭവിക്കാൻ കാരണം എന്നൊക്കെ അവർക്ക് ചിന്തിക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ നല്ല രീതിയിൽ പണി കിട്ടിയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇനി എന്തൊക്കെ തന്ത്രങ്ങൾ നിങ്ങളോട് അവർ കാട്ടിയാലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇനി അവർ എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയാലും എന്തൊക്കെ കാട്ടിയാലും പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയെ അടർത്തി മാറ്റുവാൻ അവർക്ക് കഴിയില്ല എന്നൊരു സത്യം അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അവിടെ ഇനിയൊരു മാറ്റം സൃഷ്ടിക്കുവാൻ അവർക്ക് കഴിയില്ലെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ അവരെ വളരെയധികം അസൂയപ്പെടുത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉറക്കമില്ല. അവർ ചിന്തിച്ചിരിക്കുകയാണ്. അതായത് ഓരോ തന്ത്രങ്ങൾ അവർ പ്ലാൻ ചെയ്യുകയാണ്. ഇനി എന്ത് ഞാൻ ചെയ്യും, എങ്ങനെ ഒന്നിവിടെ അവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ ആക്കി കിട്ടാൻ എന്താണ് ഒരു വഴി എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളോടിപ്പോൾ വളരെയധികം അവർക്ക് അസൂയ ഉള്ളതായിട്ടാണ് പ്രധാനമായിട്ടും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.